റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ടും അമൽ ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, നല്ല ആരോഗ്യവതികളാകുന്ന സ്ത്രീകൾ, ഇരിക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ റമദാനിൽ അമൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തൗഫീഖ് ഇല്ല. തൗഫീഖ് എങ്ങനെയാ കിട്ടുക? അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സദഖയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ, അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യത കൂടും, അമൽ ചെയ്യാനുള്ള താല്പര്യം കൂടും, അതിനുള്ള സമയവും സന്ദർഭവും അല്ലാഹു നൽകും. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. കഴിഞ്ഞ റമദാൻ നമ്മളിന്ന് കഴിഞ്ഞുപോയി. എത്രയോ റമദാൻ നമ്മളിന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞുപോയി. ഖുർആൻ ഖത്മ് തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ. വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട്, അഥവാ കണ്ണുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട്. അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഉദര വ്യായാമം മാത്രമല്ല, വയറ് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ വരെയുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ. അങ്ങനെയല്ല. രാവിലെ പ്രഭാതം മുതൽ സുബൈ മുതൽ മഗ്രിബ് വരെ അങ്ങനെയല്ലല്ലോ. നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. കണ്ണുകൊണ്ടൊരു ഹറാം കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു അന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക്, ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക്, അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ്. ഒരു അന്യ പുരുഷൻ നോക്കാൻ പാടില്ല, അന്യ സ്ത്രീയെ അവളുടേതാകുന്ന ഫോട്ടോ നോക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ്. നമ്മുടെ ആ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ്. ഇത് പകല് മുഴുവൻ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. റമദാനി നോമ്പ് എങ്ങും പോകണ്ടല്ലോ, സുഖമായിട്ട് റാഹത്തായിട്ട് കുറെ പടമൊക്കെ കണ്ടുകൊണ്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ ദൃശ്യം 2 ഒക്കെ കണ്ട് റാഹത്തായിട്ട് റമദാൻ കഴിച്ചു കൂട്ടുക. ഹലാസ്. എങ്ങനെ രക്ഷപ്പെടും? പുതിയ പടങ്ങൾ, റിലീസിന്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോയിൽ, ആമസോണിൽ. അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹാജിയറിയിരുന്ന് കാണുകയാണ്. റമദാൻ മുഴുവൻ ഹയാത്താക്കാണ്. പകല് മുഴുവൻ. രാത്രി തറാവീഹ് നിസ്കരിക്കാനുണ്ട്. നോമ്പ് പിടിച്ചു. വൈകുന്നേരം ആകുമ്പോൾ പള്ളി വരുന്നു, 3 പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. എങ്ങനെ റെഡിയാവും? എങ്ങനെ നോമ്പ് ശരിയാകും? ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നോമ്പ്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അൻ യദഅ തഅമഹു വശറാബാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മോശപ്പെട്ടതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കതായ ആളുകൾ അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. നോമ്പ് നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പകൽ മുഴുവനും നിലകൊള്ളുന്ന സഹോദര സഹോദരി, ആ സമയത്ത് സിനിമ കാണുന്നവരില്ലയോ, സീരിയൽ ദർശിക്കുന്നവരില്ലയോ, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരില്ലയോ, ഞാൻ വ്യഭിചരിച്ചില്ലല്ലോ എന്ന് പറയുന്നവരെ, ഇത് കണ്ണിന്റെ വിചാരമാണ്, കാതിന്റെ വിചാരമാ. അന്യ പെണ്ണുമായിട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, കാതിന്റെ വിചാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവർ ഭക്ഷണം ഉപേക്ഷിച്ചതിൽ അല്ലാഹുവിന് യാതൊരു അതിശയോക്തിയുമില്ല, ഒരു കാര്യവുമില്ല. നോമ്പ് കൊണ്ടങ്ങ് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. തഖ്വയാ ലഅല്ലകും തത്തഖൂൻ. ആ നോമ്പിൽ നേടിയെടുക്കേണ്ട തഖ്വ ഏത് രീതിയിലാണ് മുസ്ലിമേ വേണ്ടത്? നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ, നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. തൗബയ്ക്ക് മുമ്പുള്ള കടബാധ്യതകൾ, ജനങ്ങളോടുള്ളതാകുന്ന ബാധ്യതകൾ, ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയവനാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ, പൊരുത്തപ്പെടിക്കണേ. സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു വീട്ടണേ.
ഇല്ലെങ്കിൽ നിന്റേതാകുന്ന തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ അല്ലാഹു ഫലിപ്പിക്കൂല, അതിൽ അല്ലാഹു ഗുണം ചെയ്യുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും, അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധമാകട്ടെ, കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധമാകട്ടെ, സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ, സമുദായത്തോടുള്ള ബന്ധമാകട്ടെ, ഈ നാട്ടിലുള്ളതാകുന്ന അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ, അതെല്ലാം ഊഷ്മളമാക്കണേ. ഒരാള് പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യമോ നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവനെ മാത്രമേ വിശുദ്ധമായ റമദാനിലെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ സംശുദ്ധമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത്, അയൽപക്ക ബന്ധങ്ങൾ ചേർത്ത്, നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധുക്കളുമായിട്ട് നല്ല സഹവർത്തിത്വത്തോടുകൂടി നിലകൊള്ളുന്ന ആള് നിനക്കിതാ പള്ളിയിലേക്ക് കടന്നു വരാ. ജമാഅത്തുകൾ ശ്രദ്ധിക്കാ പുരുഷന്മാരെ. വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യ വക്കത്തിൽ തന്നെ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ പെങ്ങളെ. പകൽ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ആ ഖുർആൻ എന്നോടാ തയ്യാറാകണേ. ഖത്മുകൾ പൂർത്തീകരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും റമദാനിൽ 2 ഖത്മുകൾ തീർത്തിരുന്ന മഹാനാ. ആ ശാഫി ഇമാമിന്റെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ഖുർആൻ ഒരു ഖത്മ് പോലും ഒരു മാസത്തിൽ ഓതി തീർക്കാത്തവരാണ്. കഴിഞ്ഞ വർഷം റമദാൻ കഴിഞ്ഞിട്ട് ഇക്കാലം അത്രയും ഖുർആൻ കൈകൊണ്ട് തൊടാത്ത മുസ്ലിമില്ലയോ? മൊബൈലിൽ നോക്കി ഓതുന്നവരില്ലയോ? ഖുർആൻ കൈകൊണ്ട് തൊട്ടാൽ അതിൽ കൊറോണ വരുമെന്ന് ഭയപ്പെടുന്നവരില്ലയോ? മുസ്ലിമേ ആഖിറത്തെ ഭയപ്പെട്ടുകൊണ്ട് നടക്കണേ. ആ ഖുർആനാണ്. ആ ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം പകരാൻ ഉപകരിക്കുന്ന വിധത്തിൽ പൊക്കി വെച്ചുകൊണ്ട് ആ ഖുർആൻ ഓതണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഹൃദയത്തിന് കറ പിടിക്കും സ്വഭാവ. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളികളായി വരുകയാണ്. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ വിശേഷിക്കുകയാണ്. എള്ളിൽ ഇബാദത്തെടുക്കാനും തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ ചിട്ടവെക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ. ആ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ. ശരിക്കും ദ്വാരക്കണം. അത് തീർന്നിട്ടില്ല ദ്വാ. ഇപ്പോഴും നമ്മൾ ദ്വാരക്കാൻ മടിക്കുന്നവരുണ്ട്. ഇപ്പോഴും വക്കത്തുകൾക്ക് മറന്നു പോകുന്നവരുണ്ട്. പാടില്ല. എല്ലാ വക്കത്തിനും എല്ലാ സമയത്തും സദാസമയത്തും ദ്വാരക്കണം. ബറക്കത്ത് മുറ്റിയ സമയമാണ് ഇപ്പോഴും. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തൗബ ചെയ്ത് നിലകൊള്ളുക, കുടുംബബന്ധം പുതുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബബന്ധം എന്ന് പറയുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം. ഭാര്യയുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എല്ലാം അതിൽ ഉൾപ്പെട്ടു. അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ, കടബാധ്യതകൾ, അതെല്ലാം പൂർത്തീകരിച്ചിട്ട് അള്ളാഹുവിലേക്ക് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുക. എന്നിട്ട് റമദാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചവനിലേക്ക് പറയും, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. കുല്ലു ബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. പക്ഷെ അള്ളാഹു വലിയ ഇഷ്ടാരെന്നറിയോ? തൗബ ചെയ്യുന്നവരെയാണ്. അള്ളാഹുലേക്ക് ഏറ്റു പറയാൻ സന്നദ്ധരാകുക. പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പുറത്തു താന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. ഈ ദുനിയാവിൽ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിഷമാണ്. മറ്റൊരാളോട് നമ്മളൊരു 10 രൂപ താന്ന് പറഞ്ഞ് 10 വട്ടം ചോദിച്ചാൽ നമുക്ക് അയാളോട് അനിഷ്ടക്കേടാണ്. നമ്മൾ വേഗം വാതിലടിച്ച് ഓടും. എന്നാൽ അള്ളാഹ്ക്ക് നേരെ തിരിച്ചാൽ എത്ര ചോദിക്കുന്നോ അത്ര അള്ളാഹുവിന് ഇഷ്ടമാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം തരാം. ആ നാഥനോട് എന്തേ ചോദിക്കാത്തത്? പടച്ചവനോട് പറയും, രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. ഇപ്പോഴേ തുടങ്ങി. 40 ദിവസം വിശുദ്ധമായ റമദാനിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. 40 ദിവസം ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെക്കുന്നവന്
കാപട്യത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും, നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രണ്ട് കാര്യത്തിൽ മോചനമായിട്ട് രക്ഷപ്പെട്ടു. നരകീയ മോചനം കിട്ടാൻ വേണ്ടിയാണ് ഈ റമദാനിൽ അമൽ ചെയ്ത അവസാനത്തെ 10 പൊട്ടിക്കരഞ്ഞ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ദുആരക്കുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? 40 ദിവസം ജുമുഅ ജമാഅത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കും, സ്ത്രീകളും ആദ്യ വഖത്ത് ശ്രദ്ധിക്കും. 40 ദിവസം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ വഖത്ത് ഒഴിയരുത്. നാളത്തെ സുബഹി മുതൽ പള്ളിയിൽ തന്നെ പോകണം. തഹജ്ജുദ് നിസ്കരിക്കണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് സുബഹിക്ക് മുമ്പ് ദുആ ചെയ്യണം. പടച്ചവനോട് ദുആ ചെയ്യണം, തൗബ ചെയ്ത് ദ്വാരക്കണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ഒരു 100 എണ്ണം ചൊല്ലി സലാത്ത് അധികരിപ്പിക്കൽ. സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന മാസമാണ് ഈ വിശുദ്ധമായ മാസം. സലാത്ത് അധികരിപ്പിക്കൽ, നല്ലതുപോലെ സലാത്ത് ഇല്ലേ, ആ സലാത്തിന്റെ എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മുടെ തഅലീമിന്റെ അവസാന ഭാഗം റമദാനിലെ 27 ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് അതുകൊണ്ട് ദ്വാരക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് സ്ത്രീകൾക്ക് ഒരു കുട്ടിയെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് വിവാഹം കഴിച്ച് അയക്കുന്നുണ്ട്. അതിലേക്ക് ബഹുവന്യരാകുന്ന നമ്മുടെ അബ്ദുൽ വഹാബ് സാഹിബ്, ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. 2 പവൻ സ്വർണം അദ്ദേഹം അടുത്ത വർഷത്തേക്ക് പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെതാകുന്ന സ്വതക്ക 2 പവൻ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വച്ച സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളെയും അദ്ദേഹത്തെയും നീ കാവലിലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ കുടുംബാദികളുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത വർഷം സാധേ ഞാനൊരു കാൽപ്പവും കൊടുക്കാം, അല്ലെങ്കിൽ ഞാനൊരു 10,000 കൊടുക്കാം എന്നങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്ത്, അല്ലെങ്കിൽ ഞാനൊരു കമ്മൽ കൊടുക്കാം, ഒരു മോതിരം കൊടുക്കാം എന്നൊക്കെ നിയ്യത്ത് ചെയ്യുന്ന സഹോദരിമാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഇത്ര കൊടുക്കാന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് പറയുന്ന. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വേഗം പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ. ഇടശ്ശേരി സലീം, ഒന്ന് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നാളെ പോണേ കേട്ടാ, ഒന്ന് പോണം. വാളണ്ടിയേഴ്സ് ആരെങ്കിലും ഒന്ന് പോണം. ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും അടുത്ത കൊല്ലത്തേക്കാണ് ഒരു പെൺകുട്ടി ഇൻഷാ അല്ലാഹ് എന്തായാലും കെട്ടിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം 2 പവൻ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സ്വരൂപിച്ചിട്ട് അതെന്തായാലും അയക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊക്കെ പരിശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും അതിലൊന്ന് ഇൻഷാ അല്ലാഹ് ഭാഗവാക്കാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളൊന്ന് പ്രത്യേകം ഒന്ന് ഗൗനിക്കുക. ഇടശ്ശേരി സലീം എത്രയാണ്? 2 ഗ്രാം. മാഷാ അല്ലാഹ്. ഹസാന്റെ മെമ്പറാണ് നമ്മുടെ ഇതിന്റെ. മാഷാ അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ കൊടുത്താൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. കാരണം വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കിടയിൽ പിറക്കുന്ന കുട്ടി സ്വാലിഹത്താണ്. അവൻ വിശുദ്ധമായ ഖുർആൻ ഓതാൻ മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയാണ്. ആ തലം മുതൽ അവന്റെ ജീവിതത്തിൽ അവൻ ഓതിപ്പടിക്കുന്ന ഓരോ സൂക്തങ്ങളുടെ തത്തുല്യമായ പ്രതിഫലം, ആ കുട്ടി ഓതുന്നതിന്റെ ഓരോന്നിന്റെയും പ്രതിഫലം, അവൻ നമസ്കരിക്കുന്നതിന്റെ തത്തുല്യമായ പ്രതിഫലം, അവൻ റമദാൻ മാസം അടക്കമുള്ള മാസങ്ങളിൽ നോമ്പ് വീറ്റുന്നതിന്റെ തത്തുല്യമായ പ്രതിഫലം, അവൻ കൊടുത്തു വീട്ടുന്ന സദഖയുടെ തത്തുല്യമായ പ്രതിഫലം, ആ പൊന്നു മക്കളുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന ഏതെല്ലാം നന്മകളുണ്ട് അതിന്റെ എല്ലാ തത്തുല്യമായ പ്രതിഫലം അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സഹായിച്ചതായ ഈ പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർക്ക് അല്ലാഹു രേഖപ്പെടുത്തി
ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കണേ. നാളെ മരിച്ച് നമ്മൾ മണ്ണോട് ചേരുമ്പോൾ ഖബറിൽ വന്ന് കിടക്കേണ്ടി വരുമ്പോ ആ ഖബറിൽ നമുക്ക് നിലകൊള്ളുന്നതായ ജാരിയായ സദഖയായി ഈ സദഖ മാറുകയാണ്. ഖബറിൽ കിടക്കുന്നവന്റെ അടുത്ത് വന്നുകൊണ്ട് അവന്റേതാകുന്ന തുടയല്ലിൽ തട്ടിക്കൊണ്ട് അമല് പറയും അത്രേ, ഇന്ന് ഞാനാണ് നിന്റെ കൂടെ ബാക്കിയുള്ളത്. നിന്റെ കുടുംബക്കാര് നിന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. നിന്റെ മാതാപിതാക്കളില്ല, നിന്റെ മക്കളില്ല, നിന്റെ സഹോദര സഹോദരിമാരില്ല, നിന്റെ അയൽവാസികളില്ല, നിനക്കിതാ ഒരുപാട് കാലം കൂട്ടുകൂടിയിരുന്ന കൂട്ടുകാരില്ല, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. എന്നാ ഖബറാളിയോട് പറയുമ്പോ അവനെ പറയും അത്രേ, എവിടെ ചോദിക്കും അത്രേ, ഐന അഹ്ലി ഐന ശീറതി വൈന ഹിബാബി, എവിടെ എന്റെ കൂട്ടുകാർ, എവിടെ എന്റേതാകുന്ന സഹോദരങ്ങൾ, ഞാൻ ഉണ്ടാക്കി വെച്ചതാകുന്ന സമ്പാദ്യവും എവിടെയാണ്? ഞാൻ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചതാണല്ലോ, ഒരുപാട് ഭൂസത്തുകൾ എനിക്കുണ്ടായിരുന്നല്ലോ, എല്ലാം എവിടെ പോയി, ഒന്നും തന്നെ കാണാനില്ലല്ലോ എന്ന് ഖബറിൽ കടന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുമ്പോ അവനോട് വീണ്ടും പറയും അത്രേ, അമല്, ഞാനല്ലാതെ മറ്റാരും ഇവിടേക്ക് പ്രവേശനമില്ല, ഞാനല്ലാതെ മറ്റാർക്കും നിന്റെ അടുക്കലേക്ക് സാന്നിധ്യമില്ല. ഇത് വഅദുകൾ മുഖേനെ കുമ്മനം ഉസ്താദ് അടക്കം ഒരുപാട് പ്രവാചകർ നിന്റെ കാതിൽ അലയൊലി കൊള്ളിച്ച കാര്യമാണ്. നീ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവരാണ്. നീ കള്ളുകുടിച്ചുകൊണ്ട് നടന്നു, നീ വ്യഭിചരിച്ചുകൊണ്ട് നടന്നു, നീ സിനിമ കണ്ടുകൊണ്ട് നടന്നു, നീ സീരിയല് ദർശിച്ചുകൊണ്ട് നടന്നവളാണ്, നീ മോശപ്പെട്ടതാകുന്ന സിനിമകൾക്കും ഫിത്നകൾക്കും അടിമപ്പെട്ടുകൊണ്ട് നടന്നവനാണ്, നീ റമദാനിനെ തൃണവൽഗണിച്ചവനാണ്, അതിന്റെ നോമ്പുകളെ കളഞ്ഞു കുളിച്ചവനാണ്, അതിൻ്റെതാകുന്ന രാവുകളെ തൃണവൽഗണിച്ചവനാണ്, ഇബാദത്തുകൾ ചെയ്യാതെ കളിച്ചും രസിച്ചും രമിച്ചും ജീവിച്ചു പോയവനാണ്. അപ്പോൾ അവന് പറയും അത്രേ, അല്ലാ യാ ലൈതനി യാ ലൈതനി, അല്ലാഹുവേ പടച്ചറപ്പേ, എന്റേതാകുന്ന മാതാപിതാക്കൾക്ക് പകരം, എന്റേതാകുന്ന സന്താനങ്ങൾക്ക് പകരം ആ മക്കൾക്ക് വേണ്ടി ഞാൻ പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തതിന് പകരം, എന്റേതാകുന്ന സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിച്ചതിന് പകരം, അല്ലാഹുവേ, ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് കൊടുത്ത സ്നേഹത്തിന് പകരം എന്റെ അമലിന് വേണ്ടി ഒരല്പം സമയം മാറ്റിവെച്ചിരുന്നെങ്കിൽ, എന്റെ സദഖയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം ഒന്നൊഴിഞ്ഞു വെച്ചിരുന്നെങ്കിൽ, നീ നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ വേണ്ടി ഞാൻ നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് വ്യസനിക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ അല്ലാ എന്ന് ഖബറിൽ ഇരുന്നു കൊണ്ടവൻ വ്യസനിക്കുമേ, ദുഃഖിക്കുമേ, അവന് കരയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് നാളെ വിലപിക്കാതിരിക്കാൻ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് കൂരിരുട്ടിൽ ഇടുങ്ങിയതാകുന്ന ആർക്ക് നാല് ഖബറിൽ ഇരുന്നുകൊണ്ട് വിഷമിക്കാതിരിക്കാൻ ഈ ഭൗതികമാകുന്ന ആഡംബര ആസ്വാദനങ്ങളുടെ വേളയിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു പെൺകുട്ടിക്ക് മാന്യമായ ജീവിതം കൊടുക്കാൻ, അവള് മോശപ്പെട്ടതാകുന്ന വൈകാരിക തലങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ നിർവഹിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി ബൈക്ക് എടുത്തുകൊണ്ട് കാർ എടുത്തുകൊണ്ട് ചിറിപ്പാന് ഈ ആധുനിക രോഗത്തിന്റെ അതിപ്രസരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ എവിടെയാണ് ചെന്നെത്തി നിൽക്കുക? നാളെ ഞാനും ഈ മണ്ണറയിലേക്ക് വരേണ്ടവനാണ്, ഞാനും ഈ ഖബറിലേക്ക് എത്തേണ്ടവനാണ്. മണ്ണറ മണിയറയാകണമെന്നുള്ള ലക്ഷ്യം വെക്കാതെ ഭൗതികമാകുന്ന ആഡംബരങ്ങൾ തീർത്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ, നിനക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് ആഖിറത്തിലേക്ക് റാഹത്തായി ഖബറിന്റെ ജീവിതം സന്തോഷകരമായി കിട്ടാൻ, ആ ഖബറിൽ നീ കിടക്കുമ്പോൾ നിന്റെ അമലാണ് ഞാൻ, നീ കൊടുത്തതാകുന്ന സദഖയാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ആശ്വാസം പകരാൻ ഈ സദഖ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, സദഖ നീ അത്തരത്തിലുള്ളതാകുന്ന സദഖയായ ഖബൂലാക്കണേ അല്ലാഹ്. അബ്ദുറഹീം കുറ്റിയിൽ വീട് 50,000 രൂപ. ഖുലൂ തക്ബീർ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. അബ്ദുറഹീം സാഹിബിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കരുനാഗപ്പള്ളി നിവാസികളാണ്, എത്രയോ ധനമുള്ളവർ ഈ സദസ്സിലുണ്ട്, നല്ല നല്ല ധനാട്ടിയർ നമ്മുടെ നാട്ടിൻപുറങ്ങിലുണ്ട്. എന്നിട്ടും നാട്ടിലുള്ളതാകുന്ന പെൺകുട്ടികൾ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സകാത്ത് എവിടെ പോയി, നമ്മുടെ സ്വതക്ക എവിടെയാണ് ചെലവഴിക്കുന്നത്? നിങ്ങൾ ചെലവഴിക്കേണ്ടത് കാശ്മീരിലേക്കല്ല, നിങ്ങൾ കൊടുക്കേണ്ടത് UP-യിലേക്കല്ല. അവിടെ ചെലവഴിക്കുന്നതിന് കുമ്മന മുസ്താദ് എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. സ്വന്തം മാതാപിതാക്കളെ പട്ടിണിക്കിട്ടിട്ട് നീ നിന്റെ മറ്റുള്ളതാകുന്ന സംസ്ഥാനത്തുള്ള കുട്ടികളെ ഊട്ടിയിട്ട് എന്തിനാണ് പൊന്നുമോനെ ആഖിറം നീ നഷ്ടമാക്കുന്നത്? സ്വന്തം സഹോദരങ്ങൾ വീടിന്റെ ജപ്തി വത്തിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ വീടൊന്ന് തിരിച്ചു വാങ്ങി കൊടുക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അയൽവാസി വളരെ പ്രയാസപ്പെടുന്നു, അവൻ സാമ്പത്തികമായി പിന്നോക്കമാണ്, അവർക്ക് സഹായം കൊടുക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ എങ്ങനെയാണ് രക്ഷപ്പെടുക? അല്ലാഹു അബ്ദുറഹീം സാഹിബിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സഹോദരൻ 2 ഗ്രാം സ്വർണം, വീട്ടിലെ ബുദ്ധിമുട്ട് മാറാൻ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ അല്ലേ, മക്കളുടെ വിദ്യാഭ്യാസം, അല്ലാഹു അദ്ദേഹത്തിന്റെ സദഖ നീ ഖബൂലാക്കണേ അല്ലാ. 2 ഗ്രാമാണ് പറഞ്ഞത്, നീ സദഖ നീ ഖബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ അറുതി വരുത്തണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ദറജ ഉയർത്തണേ അല്ലാ. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ലാ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ജയരായ പ്രവർത്തകരാ ഞങ്ങളുടെ മക്കളെ നീ ഖബൂലാക്കണേ അല്ലാ. പാപ്പായുടെയും പെങ്ങളുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ ഹാരിസ് പാലാഞ്ഞി പുത്തമ്പീട് 1 ഗ്രാം സ്വർണം, മാഷാ അല്ലാഹ്. വേഗം വേഗം കൊടുക്കുന്നവർ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുആ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. 1 പവൻ സ്വർണം, അപകടം പറ്റി അവർക്ക് സുഖം പ്രാപിക്കാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ, സൗദിയിലുള്ള ഒരുപാട് മോമിനികളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ളവരും പലരും. അല്ലാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകട്ടെ. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു നൽകട്ടെ. എന്താണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്? അല്ലാഹു നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. 1 പവൻ സ്വർണമാണ് പറഞ്ഞിരിക്കുന്നത്, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സലീന അബ്ദുസലീം അരപ്പവൻ, മാഷാ അല്ലാ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. കൊടുക്കുന്നത് തീർച്ചയായും ആഖിറത്തിന് വേണ്ടി ഉപോത്ബലകമാണ്. നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വൈവാഹിക ജീവിതം കൊതിക്കുന്ന ഘട്ടത്തിൽ എത്രയോ സ്വപ്നങ്ങളാണ് സഹോദരിമാർ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ വിരഹം, പെണ്ണിന്റെ പ്രയാസം, പെണ്ണിന്റെ വിഷമം, 30ഉം 28ഉം വയസ്സ്, 33 വയസ്സെത്തി നിൽക്കുന്ന സഹോദരിമാരുടെ ദുഃഖം അതെത്രയാണെന്ന് തിരിച്ചറിയാൻ 18ന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാര് 1 വർഷം വരെ കല്യാണം ആലോചിച്ചിട്ടുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിവുള്ളവളാണ്. എല്ലാ സൗഭാഗ്യമുണ്ടായിട്ട് പോലും കല്യാണം പിന്തുമ്പോൾ ഉണ്ടാകുന്ന മാനസികമാകുന്ന വൈമനസ്യം, അവളുടേതാകുന്ന സമ്പത്തിന്റെ അടിത്തറ ശോഷിച്ചു പോകുമ്പോ, കുടുംബങ്ങളിൽ വലിയതാകുന്ന കുടുംബങ്ങളല്ലാതെ പോകുമ്പോ, സാമ്പത്തികമാകുന്ന അടിത്തറ ഇല്ലാതെ പോയതിന്റെ പേരിൽ എന്തെങ്കിലും അംഗവൈകല്യത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട്, കറുപ്പിന്റെ നിറം പറഞ്ഞുകൊണ്ട് ആളുകൾ
ആളുകൾ പിണങ്ങി പോകുന്ന വേളയിൽ വിഷമിക്കുന്ന പെങ്ങൾക്കൊരു സാന്ത്വനം പകരാൻ, പെങ്ങളെ കണ്ണീരപ്പാൻ സഹോദരി നിന്നെ കൊണ്ടായാൽ അതിനേക്കാൾ വലിയ ഉത്തമമായ സദഖയില്ല. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അരപ്പവൻ പറഞ്ഞ സഹോദരിയുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ.